ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അഭിനയ് സാറിന്റെ CGL ആൻഡ് CGSL മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് 2 ആണ്. 1 നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ചാനലിൽ കിടക്കുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ CGLന്റെ പ്ലേലിസ്റ്റിൽ അത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് 2ലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ നോക്കാം. സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്ക്വയർ പാർക്ക് ഹാവിങ്, നോക്കിക്കോ, ഒരു സ്ക്വയർ പാർക്ക് ഉണ്ട്. സൈഡ് 22 മീറ്റർ ആണ്. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 2 മീറ്റർ, അതിന്റെ നടുക്കിലൂടെ 2 റോഡ് ഞാൻ ഉണ്ടാക്കുന്നു, 2 മീറ്റർ വീതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്തിനെ, ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു പാത്തിനെ ഗ്രേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ എന്നുള്ള നിരക്കിൽ എത്ര രൂപയാവും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്ക്വയർ പാർക്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണ്. ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഒരു വശം 22 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ നടുക്കിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 റോഡ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ 2 റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഈ റോഡിന്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണെന്ന് അവര് 2 മീറ്റർ വൈഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും. അപ്പൊ എനിക്ക് ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഈ കിടക്കുന്ന ഈ 2 റോഡിന്റെ ഏരിയ ആണ് അല്ലെ. അപ്പം അതില് 2 റെക്ടാങ്കിൾ ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലോ. ഈ കിടക്കുന്ന ആദ്യത്തെ ഒരു റെക്ടാങ്കിളും മുകളിൽ കിടക്കുന്ന വേറൊരു റെക്ടാങ്കിളും, ഈ സാധനവും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ 2 റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇതിൽ നടുക്കിലുള്ള ഈ പോർഷൻ 2 തവണ ഇൻക്ലൂഡ് ആവും. സോ അതിന്റെ ഏരിയ ഞാൻ സെപ്പറേറ്റ് മൈനസ് ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ, ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ നീളം സ്ക്വയറിന്റെ വശമായിട്ടുള്ള 22 തന്നെയായിരിക്കും. ദെൻ അതിന്റെ വീതി 2 മീറ്റർ ആയിരിക്കും അല്ലെ, മോൾ ഭാഗം 2 മീറ്റർ. അങ്ങനത്തെ എത്ര റെക്ടാങ്കിൾ ഉണ്ട്? 2 റെക്ടാങ്കിൾ ഉണ്ട്. സോ ഇൻറ്റു 2 ചെയ്തു. ഈ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ 2 എണ്ണത്തിന്റെ ഏരിയ, അതിൽ നടുക്ക് ഭാഗം ഞാൻ 2 തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് മൈനസ് ചെയ്യേണ്ടി വരും. അപ്പൊ നടുക്ക് ഭാഗം ഒരു സ്ക്വയർ ആയിരിക്കും അല്ലെ. ഇത് 2 ആണെങ്കിൽ ഇതും 2 തന്നെയായിരിക്കും, ഇത് 2 ആണെങ്കിൽ ഇതും 2 തന്നെയായിരിക്കും. അതായത് 2 മീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ ആണത്. അപ്പൊ 2ന്റെ സ്ക്വയർ അല്ലെ, A സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ. സോ 4 ഞാൻ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയേണ്ടി വരും. സോ ഇത് എത്രയാന്ന് വരും? 8 88 മൈനസ് 4 84 എന്ന് വരും. 84 മീറ്റർ സ്ക്വയർ ആണ് എന്റെ ഈ പാത്തിന്റെ ഏരിയ. ഇനി എന്താണ്, ഇത്ര 1 മീറ്റർ സ്ക്വയറിന് 100 ആണെങ്കിൽ 84 മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 8400 രൂപയായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അടുത്തേക്ക് പോവാം. ഹൗ മെനി സ്പെറിക്കൽ സോൾഡ് മാർബിൾസ് ഈച്ച് ഹാവിങ്, അത് നമ്മുടെ ഒരു വോളിയം ഇക്കലാണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, 0.3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള എത്ര സ്പെറിക്കൽ ബോളുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. എന്ത് ചെയ്യുന്നു, ഒരു 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ചെയ്യുന്നു. സോ എന്താണ്, രണ്ടും എന്ത് തന്നെയാണ്? സ്ഫിയറുകളാണ്. അപ്പൊ അതിന്റെ 4/3 പൈ ആർ ക്യൂബ് ആണ് അതിന്റെ വോളിയം. അപ്പൊ 4/3 പൈ എന്നുള്ളത് എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ്. അത് എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. ആർ ക്യൂബുകൾ മാത്രം നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ എന്താ ഉണ്ടാക്കണേ? 6 സെന്റിമീറ്റർ എന്നാണ് ഞാൻ ഉണ്ടാക്കണത് അല്ലെ. 6 × 6 × 6 which is equal to n നമ്പർ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. അപ്പുറത്ത് എന്താ? അപ്പുറത്തും 4/3 പൈ × ആർ ക്യൂബ് ആണ്. അതിന്റെ റേഡിയസ് എന്താ? 0.3. അതായത് 3/10 × 3/10 × 3/10. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ? ഇത് ആർ ക്യൂബ് ആണ്, ഇതും ആർ ക്യൂബ് ആണ് അല്ലെ. ഇപ്പുറത്തെ ഒരു 4/3 പൈ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അത് അൾട്ടിമേറ്റ്ലി ക്യാൻസൽ ചെയ്ത് പോകുന്ന കോൺസ്റ്റന്റുകളായതുകൊണ്ട് ഞാനത് എഴുതിയില്ല. സ്റ്റെപ്പ് ഞാൻ ടൈം ലാഭിച്ചു. ഇനി ഇത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതിനൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക അല്ലെ. 3 3 3 ഇവിടെ പോകുമ്പോൾ എന്താവും? 2 2 എന്നാവും. അതായത് 2 × 2 × 2 2 ക്യൂബ് എന്നാവും. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടും? n is equal to 8. ഇവിടെ 2 × 2 × 2 8 × അടിയിൽ കിടക്കുന്ന 3 10കൾ ഉണ്ടല്ലോ, അതിങ്ങോട്ട് വരുമ്പോൾ എത്ര എന്നായിക്കോളും? 8000 എന്നായിക്കോളും. ഓപ്ഷൻ ബി. അടുത്തത്, a path of 2.5 meter in width surrounds a rectangular garden of length 10 meter and breadth 8 meter. Area of the garden inclusive of the path. അല്ലെ, അതായത് ഇത്രേ ഉള്ളൂ. ഒരു പാത്ത്, ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്. അതിന്റെ നീളം 10 മീറ്ററും വീതി 8 മീറ്ററുമാണ്. ഇതിന്റെ പുറത്തു കൂടെ 2.5 മീറ്റർ വീതിയുള്ള എന്തുണ്ട്? ഒരു പാത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം ഒരു ഫിഗറിന്റെ ഏരിയ ആണ് എന്നോട് ചോദിക്കുന്നത്. ഏരിയ ഓഫ് ദ ഗാർഡൻ ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ 2.5 എന്ന് പറയുമ്പോൾ ഇതും 2.5 ആയിരിക്കും, ഇപ്പുറത്തുള്ള ഈ ഭാഗവും 2.5 ആയിരിക്കും, ഇതും 2.5 ആയിരിക്കും, ഇതും 2.5 ആയിരിക്കും.
അപ്പൊ മൊത്തമായിട്ട് കിട്ടിയ ഒരു വലിയ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയായിരിക്കും? 10 ഓൾറെഡി ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഒരു 2.5, അപ്പുറത്തെ സൈഡിലും ഒരു 2.5. അതായത് 10 + 5 15 ആയിരിക്കും. ബ്രെഡ് എന്തായിരിക്കും? ഇപ്പുറത്തെ ഒരു 8 ആണ്, അപ്പുറത്തെ ഒരു 2.5, ഇപ്പുറത്തും 2.5. അപ്പൊ 8 + 5 13 ആയിരിക്കും. പിന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. L × B ചെയ്താൽ മതി. 15 × 13 ചെയ്യുമ്പോൾ 195 എന്ന് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അടുത്തത്, ഇനി ഹൗ മച്ച് ടൈം വിൽ 1350 ബിക്കം 1728 അറ്റ് ദ റേറ്റ് ഓഫ് 8% സിമ്പിൾ ഇൻട്രസ്റ്റ്? അതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 1350 രൂപ പ്രിൻസിപ്പൽ, എന്താ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്? ഫോർമുല പ്രിൻസിപ്പലിന്റെ റേറ്റ് ഇൻറ്റു ലൈക്ക് ടൈം എന്ന് പറയുന്നത്, അതായിരിക്കും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫോർമുല. 1350 × 8% പലിശ നിരക്കിൽ എത്ര വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ എനിക്ക് എമൗണ്ട് ആണെന്നിരിക്കണേ. അപ്പൊ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യുക. 1728 മൈനസ് 1350 ചെയ്യുമ്പം 8 7 എത്ര വരും? 378 എന്ന് വരും. ഇത് ജസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസർ ആയി. 5 വെച്ച് ക്യാൻസൽ ചെയ്യാൻ 2 27 4 പോവും. ഇത് 8 3 18 അല്ലെ? കറക്റ്റ് ആയിട്ട് എന്തിൽ പോവും? നമ്മുടെ 9 പോകുന്ന നമ്പറാണ്. 9 4 36 20 18 3 അഗൈൻ പോവും. എത്ര തവണ? 14 തവണ പോവും. അപ്പൊ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ഒരു 14 ഉണ്ട്, ഇപ്പുറത്തെ ഒരു 4 ഉണ്ട്. അതായത് എന്ത് വന്നു? 7/2. അതായത് 3 വർഷവും ഒരു 6 മാസം കൂടി ഉണ്ടാവും അല്ലെ? ഇതിനെങ്ങനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 3 1/2 എന്ന് എഴുതാൻ പറ്റും. സോ 3.5 years ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 8000 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഞാൻ 2 വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് 1504.8 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ 3 വർഷത്തിലേക്ക് 10000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ 8000 രൂപ ഞാൻ 2 വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എന്റെ റേറ്റ് പെർസെന്റേജ് 6 നിങ്ങൾ 6% ആണെന്ന് വിചാരിക്കാം. അതായത് 6/100 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തിന്റെ 8000 രൂപ ആദ്യത്തെ വർഷം ഞാൻ എന്ത് ചെയ്യും? 8000 × 6/100 എന്ന് പറയുമ്പോൾ എത്രന്ന് വരും? ആദ്യത്തെ വർഷത്തിലെ ഇൻട്രസ്റ്റ് കയറാൻ പോകണം എന്താ? 6/100 എന്ന് പറയുമ്പോൾ 86 കയറും അല്ലെ? 86 കയറും. അടുത്ത വർഷത്തിലും 86 കയറും. ആദ്യത്തെ വർഷം കയറിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ ആദ്യത്തെ വർഷത്തിൽ കയറിയ 86 എഗെയിൻ 6% എനിക്ക് എന്ത് കിട്ടും? എഗെയിൻ എനിക്ക് കിട്ടും. അതായത് എത്രയാവും? 4r/5. 4r/5. ഇതിന്റെ വാല്യൂ ആണ് തന്നു വെച്ചിരിക്കുന്നത്. ഈ കിടക്കുന്ന ഇതിന്റെ സമ്മിന്റെ വാല്യൂ ആണ് ഈ ഇൻട്രസ്റ്റ് ആയിട്ട് 1504.8 എന്ന് തന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ 80 80 166 പ്ലസ് 4r/5 ഇതിന്റെ വാല്യൂ ആണ് 1504.8. ജസ്റ്റ് 8 4 12 6 18 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ 6ന്റെ വാല്യൂ മേ ബി 9 ആവാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുക. 800 1160 × 5 800 പ്ലസ് 4r വിച്ച് ഇസ് ഈക്വൽ ടു 5ന് ഡിനോമിനേറ്റർ 5ന് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡെസിമൽ എനിക്ക് പോയി കിട്ടും. എന്തെന്ന് വരും? 4 7524 എന്ന് കിട്ടും. 12 6 18 അഗൈൻ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാൻ ഒന്ന് 6ന്റെ വാല്യൂ എന്തെന്നിട്ട് കൊടുക്കണം? 9 ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ 72 36 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് 7524 കിട്ടുന്നുണ്ട്. സോ എന്റെ റേറ്റ് പെർസെന്റേജ് ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? 9% എന്ന് കണ്ടുപിടിച്ചു. ജസ്റ്റ് ഗ്ലസ് വർക്ക് ചെയ്തിട്ട് എടുക്കുക. 10 എന്തായാലും വരില്ല. 10 ഇട്ട് കൊടുത്ത 8000 ഒറ്റയടിക്ക് വരും. ഇവിടെ എനിക്ക് 7524 ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ 9 ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഇപ്പുറത്തെ എടുക്കുന്ന RHS 9ന്റെ മൾട്ടിപ്പിളാ. ജസ്റ്റ് 9 ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുമുണ്ട്. സോ 4r² ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു വെച്ചാൽ മതി. ഇവിടെ 4r അല്ല 4r². കാരണം 80r × r² അല്ലേ? ഞാൻ ഇവിടെ സ്ക്വയർ വിട്ടുപോയി. ഓക്കെ, അപ്പൊ എനിക്ക് അത് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ? ഇത് ഇപ്പൊ 9% കിട്ടി. ഇനി 10000 രൂപയ്ക്ക് 3 വർഷത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 1331 ആ സാധനം നിങ്ങൾ നോക്കിയാൽ മതി. 10000 ആണെങ്കിൽ ആദ്യം 10000ന്റെ 9/100 കണ്ടുപിടിക്കുക. അത് എത്രയായിരിക്കും? 900 ആണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 900 × 3 അപ്പൊ 2700 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ 900ന്റെ 9/100 അതായത് 81 എന്ന് കിട്ടും. 81 × 3 ചെയ്യുക. അത് എത്രന്ന് വരും? 243 എന്ന് വരും അല്ലെ? സോറി, 243 എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഒരു തവണയും കൂടി ചെയ്തെടുക്കുക. 81 × 9/100 ചെയ്യുക. 81 × 9/100 ചെയ്യുക. അപ്പൊ 9 72
7.29 ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ 2700 പ്ലസ് 243 പ്ലസ് 7.29 കൂട്ടുമ്പോൾ ആൻസർ എത്രന്ന് വരും? 2950.29 എന്ന് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എക്സിന്റെ വാല്യൂ 11.11% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ എന്താ? 1/9 ആണ്. അപ്പൊ 1/9 ഓഫ് 81 എന്ന് എനിക്ക് എഴുതാം. പ്ലസ് 13.33 എനിക്ക് 13 എന്ന് എഴുതാം അല്ലെ. അതായത് 39 40/3. ഇനി അതിനെ പെർസെന്റേജിലേക്ക് ആക്കുമ്പോൾ അടിയിൽ ഒരു 100 ഞാൻ ഇട്ട് കൊടുക്കും. ഇത് 2/5 ആണെന്ന് എനിക്ക് അറിയാം അല്ലെ. അതായത് 2/15 എന്ന് എനിക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അപ്പൊ 2/15 ഓഫ് 30 എന്ന് എനിക്ക് എഴുതാം. -50. ഇനി ഇത് ചെയ്തെടുക്കാം. ഇത് 9 ആൻസർ കിട്ടും. 9 പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ 2 എന്ന് വരും. 2 2 4 എന്ന് വരും. -15 എന്ന് പറയുമ്പോൾ 9 4 13 15 കുറച്ചാൽ -2. -2. അടുത്തത് അഗൈൻ സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. 45% എനിക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ 9/20 എന്ന് എഴുതാം. 9/20 ഓഫ് റൂട്ട് 2025 എന്താ? അത് 45ന്റെ സ്ക്വയർ ആണ് അല്ലെ. 4 × 5 ആണ് 20. 5ന്റെ സ്ക്വയർ 25. സോ 45 ഡയറക്റ്റ് ആക്കി എഴുതുന്നു. ഡിവിഷൻ 0.01 which is equal to എക്സിന്റെ സ്ക്വയർ. ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് എക്സ് ആക്കി എടുക്കുന്നു. ഡിവൈഡഡ് ബൈ 25. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഓഫ് ആദ്യം ചെയ്യേണ്ടി വരും അല്ലെ. എന്നിട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റാൻ പോകുള്ളൂ. അപ്പൊ 5 വെച്ച് ക്യാൻസൽ ആക്കുമ്പോൾ ഇവിടെ 4, ഇവിടെ 9. അപ്പൊ 9 × 9 81/4 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ എന്തെന്ന് വന്നു? ഡിവൈഡഡ് ബൈ 0.01 എന്ന് വന്നു. അപ്പൊ എങ്ങനെ വേണേലും എഴുതാട്ടോ നമുക്ക്. 100 then which is equal to x square by 25 30. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 81 എനിക്ക് നേരിട്ടിട്ട് എടുക്കാൻ പറ്റും പുറത്തേക്ക് അല്ലെ. ഇതില് ഇവിടെ ഡിവിഷൻ ആണ് സിമ്പല്. അപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 81/4 അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഡിവൈഡ് ബൈ 100 × 100 എന്നാവും അല്ലെ. ഡിവൈഡ് ബൈ 1/100 ആണല്ലോ. ഇൻറ്റു ഈ 25 അപ്പുറത്തേക്ക് പോകും. ഇൻറ്റു 25. ഇനി നേരിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ എടുക്കാം. എങ്ങനെ എടുക്കാം? 81ന്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. 4ന്റെ 2 ആണ്. ഇൻറ്റു 100ന്റെ 10 ആണ്. ദെൻ 25ന്റെ 5 ആണ്. ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. 5 25 × 9 225 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ a ക്യൂബ് മൈനസ് ബി ക്യൂബ് ആ ഫോർമുല വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫോർമുല ഇതാണ്. a ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു a മൈനസ് ബി ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ab. ഇതാണ് ഫോർമുല. കമ്പയർ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ കിടക്കുന്നതാണ് a ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് a എന്താണെന്ന് മനസ്സിലായത്? a ഇസ് ഈക്വൽ ടു √2x, b ഇസ് ഈക്വൽ ടു √3y ആണല്ലോ. അപ്പൊ a ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു a മൈനസ് ബി ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കി ഈ കിടക്കുന്ന എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ab ആണല്ലോ. അപ്പൊ ഇത് ജസ്റ്റ് ചെയ്യുമ്പം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ab യുടെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ചെയ്യാം. ഇത് ഈ വാല്യൂ വെച്ചിട്ട് a സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? √2x സ്ക്വയർ 2x സ്ക്വയർ എന്ന് വരും. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3y സ്ക്വയർ എന്ന് വരും. പ്ലസ് ab എന്ന് പറയുമ്പോൾ √2x × √3y അതായത് √6xy എന്ന് വരും. ഇതാണ് എന്തായിട്ട് തന്നിരിക്കുന്നത് അവര്? ax സ്ക്വയർ മൈനസ് bxy പ്ലസ് cy സ്ക്വയർ. ഇതിന് കമ്പയർ ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് a ആണ്. അപ്പൊ എയുടെ വാല്യൂ 2 എന്ന് കിട്ടി അല്ലെ. നെക്സ്റ്റ് ബി എന്താ? ബി എന്ന് പറയുമ്പോൾ xyയുടെ കോഎഫിഷ്യന്റാ. ഇവിടെ മൈനസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കുക. -√6. സിയുടെ വാല്യൂ എന്താണ്? അത് y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. അത് 3 ആണെന്നും കിട്ടി. ഇനി നമുക്ക് നമുക്ക് ചോദിച്ചിരിക്കുന്നത് √a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4, √6ന്റെ സ്ക്വയർ 6, മൈനസ് എല്ലാം ക്യാൻസൽ ആയി പോകും. 3യുടെ സ്ക്വയർ 9. അപ്പൊ എന്ത് വന്നു? 9 6 15 4 19 √90. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നോക്കിക്കേ. ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ ബി ആൻഡ് സി എന്ന് പറയുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ മെയിൽ എംപ്ലോയീസ് ഓഫ് ദ സെയിം ഓഫീസ്. അപ്പൊ ബിയിലെയും സിയിലെയും മെയിൽ ഡാർക്ക് ഷെയ്ഡ് ആണ്. മെയിൽ എത്രയാ? മെയിലും ഫീമെയിലും കണ്ടുപിടിക്കുക. അപ്പൊ മെയിൽ എത്രയാ? മെയിൽ എന്ന് പറയുമ്പോൾ ബിയും സി 220
350 0 8 2 10 3 2 5 1 6. ഫീമെയിൽ എത്രയാ? ബിയും സിയും 450 360 0 8 6 14 4 3 7 1 8. സോ ഇത്രേ ഉള്ളൂ. ഇത് ഇതിന്റെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഫീമെയില് മെയിലിന്റെ എത്രയാണ്? ഫീമെയിൽ ബൈ എം ഇൻറ്റു 100 ആണ് ചോദിക്കുന്നത്. 840 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. 0 പോയി 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണെന്ന് കിട്ടും? ഒരു തവണ പോവും. 1 24 40. 140%. 140%. ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് 10th ക്വസ്റ്റ്യൻ. എ ബി സി ഇത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഡ്യൂറേഷൻ തന്നിട്ടുണ്ട് 7:5:7. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എയുടെ ഷെയർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇൻറ്റു എത്ര സമയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അതാണ് നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. അപ്പൊ എ ബി സിനെ നമ്മൾ ഈ പൈസേനെ നമ്മൾ റേഷ്യോ ആക്കി എടുക്കുക. എത്രയും പെട്ടെന്ന് റേഷ്യോ ആക്കുക. അപ്പൊ 6000 എല്ലാത്തിലും ഒരു 0 ഉണ്ടായി, ഞാൻ അപ്പൊ തന്നെ അവോയ്ഡ് ചെയ്തു. 660 715 എല്ലാം 5ന്റെ മൾട്ടിപ്പിളിൽ പോകും അല്ലെ, 11ന്റെ മൾട്ടിപ്പിളിലും പോകും അല്ലെ. 6 5 11 66 7 5 12 -1 11 11ന്റെ മൾട്ടിപ്പിളോ. 11 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 55 എന്ന് വരും, ഇവിടെ 60 എന്ന് വരും, ഇവിടെ എന്തെന്ന് വരും? 11 65 എന്ന് വരും. ഇത് നമുക്ക് again 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 11:12:13 എന്ന് വരും. ഇതെന്താ? ഇത് ഇൻവെസ്റ്റ് ചെയ്ത പൈസേന്റെ റേഷ്യോ അല്ല, ഇത് എത്ര സമയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിന്റെ ടൈമിന്റെ റേഷ്യോ 7:5:7 ആണെന്ന് അവർ തന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. എങ്ങനെ? മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പൊ 77:60:91 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് അവരുടെ പ്രോഫിറ്റുകൾ വീതിച്ചിരിക്കുന്ന റേഷ്യോ. ഇനി ഇതിപ്പോ ടോട്ടൽ പ്രോഫിറ്റ്, ഇതെല്ലാം മൂന്നും കൂടി കൂട്ടി എനിക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും അല്ലെ. അതിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 35,340. അതായത് 77 + 60 + 91 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരും? നമുക്ക് 228 എന്ന് വരും. 228 യൂണിറ്റിന്റെ വാല്യൂ ആണ് 35,340. അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എത്രയാ? 77. 7ന്റെയും 11ന്റെയും മൾട്ടിപ്പിൾ ആൻസറിൽ നിന്ന് നോക്കിയെടുത്താലും മതി കേട്ടോ, ചെയ്തെടുക്കൊന്നും വേണ്ട. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 77ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. അപ്പം 35,340 ഡിവൈഡഡ് ബൈ 228 ഇൻറ്റു 11 ഇൻറ്റു 7 എത്രയാണ് വരും ആൻസർ? 11,935. ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാം. 7 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. 7 വെച്ചിട്ട് പോകില്ല, 11 വെച്ചിട്ടും പോകില്ല. മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ കമന്റ് ഡൗൺ ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെങ്കിലോ. എല്ലാവർക്കും താങ്ക് യു.